ഞങ്ങൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ കളക്ഷൻസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നൈസായിരുന്നു. സർവീസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. ചേച്ചിമാരാണെങ്കിലും ത്രൂ ഔട്ട് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ എറണാകുളം കോതമംഗലത്ത് നിന്ന് കാണുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്കൊരു കോതമംഗലത്തെ ഒരു ബ്രാഞ്ച് ഒക്കെ തുടങ്ങി സക്സസ് ആവോ? ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. സോ അത് കണ്ടിട്ട് നിങ്ങളുടെ സാരീസ് എല്ലാം അടിപൊളിയാണ്, പ്രൈസും റീസണബിൾ ആണ്. സോ ഒന്ന് വന്ന് നോക്കാമെന്നുള്ള വിചാരത്തിലാണ്. പിന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ കോൺടാക്ട് ചെയ്ത്, പിന്നെ ഇവിടെ പരിചയമുള്ള ഈ ചേച്ചി കൊടുത്ത നാട്ടുകാരിയാണ്. അതല്ലേ ചേച്ചി. ഓക്കെ ഓക്കെ. ആള് ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു അത്യാവശ്യം അടിപൊളിയാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വന്ന് നോക്കാന്നുള്ള രീതിക്ക് വന്നത്. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ കളക്ഷൻസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നൈസായിരുന്നു. സർവീസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. ചേച്ചിമാരാണെങ്കിലും ത്രൂ ഔട്ട് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അല്ലേ? എല്ലാവരും ഹാപ്പിയാണോ? കിട്ടിയില്ലേ സാധനമൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? നമുക്കൊരു ടീച്ചറോടൊന്ന് ചോദിക്കാം. ടീച്ചർ ഏത് സ്കൂളാണ്? ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ വരാറുണ്ട്. ഫ്രണ്ട്സും കൂടെ പറഞ്ഞപ്പം ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമായിരുന്നു വരാൻ. ടീച്ചർ ഏത് സ്കൂളിലാണ്? ശോഭന പബ്ലിക് സ്കൂൾ, കോതമംഗലം. അതല്ലേ. ഓക്കെ. ടീച്ചറെ അറിയുന്നവരും ടീച്ചറുടെ ക്ലാസ്സിൽ പഠിക്കുന്നവരും സ്കൂളിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ടീച്ചറെ അപ്പോൾ എല്ലാം ഓക്കെ ആണല്ലേ? ഓക്കെ, ഹാപ്പിയാണ്. ഓക്കെ. ഇവിടെ ഞങ്ങൾ എപ്പോഴും ക്യാമറ കൊണ്ടുവരാൻ നോക്കി നിൽക്കണ്ടേ, വരുമോ ഇല്ല എന്നൊരു പേടിയിൽ ഹാപ്പിയാണല്ലേ സാറേ? എന്തായാലും കോതമംഗലത്ത് നമ്മുടെ ഒരു അന്വേഷണം എല്ലാവരോടും പറഞ്ഞേക്കണം. അപ്പം വീണ്ടും വരണം. താങ്ക് യു സാർ. അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും കേട്ടോ. താങ്ക് യു.